ഹലോ കൂട്ടുകാരെ, കമൻസ് ആയിട്ട് വന്ന ഡൗട്ട്സിൻ്റെ ഒരു ആൻസർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസാണ് എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് കമൻസ് ആയിട്ട്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഡിവൈൻ മാസ്കുലൈൻ്റെ അവേക്കനിങ്ങിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡിവൈൻ മസ്കുലൈൻ അവേക്കനിങ്ങിനെ കുറിച്ചുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷനായിട്ട് നമുക്ക് എടുക്കാം. ആദ്യത്തേത്, ഭൗതിക ലോകത്തിൽ DF പല കടുത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവരാണ് റിയൂണിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന റിയൂണിയനിൽ സാമ്പത്തിക പാർട്ട്ണർഷിപ്പും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ യാത്രകളുമൊക്കെ DMൻ്റെ കൂടെ ചെയ്താൽ ട്രിഗറിന് സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ചെറിയൊരു തിരുത്തലുണ്ട്. ഭൗതിക ലോകത്തിൽ DF മാത്രമല്ല പല കടുത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. DF കടന്നു പോകുന്നതിനേക്കാളും ഒരുപക്ഷെ കടുത്തതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് DM കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരാം. റീയൂണിയന് ശേഷം സാമ്പത്തിക പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് യെസ്, ഓഫ് കോഴ്സ്. നമ്മളുടെ പാത്ത് ഏതാണോ അതിപ്പം ചിലപ്പം ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ DF ചെയ്യുന്ന വർക്കിന് പാരലലി DM ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. അതെന്താണോ നമ്മളുടെ പർപ്പസ് ഉള്ളത് അതിലേക്ക് നാച്ചുറലി നമ്മൾ എത്തപ്പെടും. അതായത് ഈ ജേണിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ആൾക്കാരുടെ രൂപത്തിൽ, വീഡിയോസിൻ്റെ രൂപത്തിൽ, ഒരു മെസ്സേജിൻ്റെ രൂപത്തിൽ ഒക്കെ നമ്മളിലേക്ക് എങ്ങനെയാണോ എത്തിക്കുന്നത്, ദ സെയിം വേ യൂണിയൻ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഡ്യൂഷനെയാണ് നമ്മൾ അവിടെയും വിശ്വസിക്കേണ്ടത്. അത്രയ്ക്ക് സ്ട്രോങ് ആവും ആക്ച്വലി ആ ഒരു എനർജി എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് അതിൻ്റെ ഒരു പാർട്ടായിട്ട് വന്ന ക്വസ്റ്റ്യൻ, അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ യാത്രകൾ ചെയ്യാൻ പറ്റുമോ, ട്രിഗറിന് സാധ്യതയുണ്ടോ? അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ ഒരു ഫിയറില്ലേ, ട്രിഗറിന് സാധ്യതയുണ്ടോ എന്നുള്ളത്. ഓഫ് കോഴ്സ് നമ്മൾ ഹീലാവാത്ത പാർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്വിൻ ഫ്ലെയിം എടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് 3D യൂണിയനിൽ വന്നു കഴിയുമ്പോഴും കുറച്ചൊന്ന് ഈ പറയുന്ന പോലെ ഹെവൻലി ആയിട്ടുള്ള ലൈഫാണോ എന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ് അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും. പക്ഷേ മുമ്പോട്ട് പോകുമ്പോഴും നമ്മളുടെ ലൈഫിൽ സ്റ്റിൽ നമ്മളുടെ ഉള്ളിൽ ഏതെങ്കിലും വൂൺസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ട്രിഗർ ചെയ്ത് കാണിക്കും. പക്ഷേ നമ്മൾ അവേക്കനിങ്ങിലുള്ളപ്പോൾ എന്താണ്, നമുക്ക് ഇതെങ്ങനെ ഹീലാവണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ സമയം എടുത്തിട്ട് ഇംബാലൻസ് ആയിപ്പോവും. എന്നാൽ യൂണിയനിൽ വന്നു കഴിയുമ്പം അവിടെ ഷെയ്ഡ് ഫീൽഡ് അടക്കം ഒരിടത്താണ് അല്ലേ. അതായത് DMഉം DFഉം ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു എനർജറ്റിക് ഫീൽഡിൽ നിന്നായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹീലാക്കാൻ എളുപ്പമാണ്. അടുത്തതായിട്ട് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ അതൊരു പക്ഷേ പെർമനൻ്റ് യൂണിയൻ ആണെങ്കിൽ ആ ഒരു ഫേസിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ വിട്ടിരിക്കും. കാരണം നമ്മുടെ ഇന്നർ യൂണിയൻ കഴിഞ്ഞിരിക്കും. അത്രയും ഒരു വണ്ണസിൻ്റെ എനർജി എന്ന് പറയാം. അതിപ്പോൾ നമുക്ക് DMനോട് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനോടും. അത് ഒരു കുഞ്ഞു പക്ഷിയാവാം, നമ്മളോട് അത്രയും കാലം നമ്മളെ അത്രയ്ക്ക് പെയിൻ തന്ന ഒരു സോളാവാം നമ്മുടെ മുമ്പിൽ വരുന്നത്. ഒരു വൃക്ഷമാകാം, ഒരു ചെടിയാവാം, ഒരു പട്ടിക്കുഞ്ഞാവാം. എല്ലാത്തിനോടും ഒരേപോലത്തെ ഒരു സ്നേഹത്തിലേക്ക്, ഒരു എല്ലാ ജീവജാലങ്ങളെയും എന്താ പറയുന്നത്, ഒരു വണ്ണസിൻ്റെ എനർജി എന്ന് പറയാം. അതിനെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്, എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത് ആ പരമാത്മാവിൽ നിന്നുള്ള ആ ഒരു ആത്മാവ് തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരും. അത്രയ്ക്ക് ഹീലായി കഴിയുമ്പോഴത്തേക്ക് നമുക്കവിടെ ട്രിഗറിന് സാധ്യതയില്ല, അറ്റാച്ച്മെൻറ്റിന് ഒട്ടുമേ സാധ്യതയില്ല. അപ്പം ആൻസർ തന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട്, ട്വിൻ ഫ്ലെയിം ജേർണി റെയർ ആണെങ്കിൽ, ഇത് കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, എങ്കിലും ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ട്വിൻ ഫ്ലെയിം ജേർണി വളരെ റെയർ ആണെന്ന് കേട്ടിട്ടുണ്ട്. വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ അതിൻ്റെ എസൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ റെയർ ആണെന്ന് കേട്ടിട്ടുണ്ട്. സോറി. ഇത്രയും കമൻസൊക്കെ കാണുമ്പോൾ ഇത്രയും പേര് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് പറയുമോ എന്നുള്ള ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ എനിക്ക് ഇനിയൊരു ക്വസ്റ്റ്യനും കൂടെ ഉൾപ്പെടുത്തണമെന്ന് തോന്നുന്നു. കാരണം ഇത് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക്
വളരെ റാൻഡമായിട്ടൊരു മെസ്സേജ് എനിക്ക് വന്നതാണ്. അതിന് ഞാൻ അവിടെ പേഴ്സണലായിട്ട് ആൻസർ കൊടുത്തിട്ടില്ല. ദയവ് ചെയ്ത് എനിക്കങ്ങനെ മെസ്സേജസ് അയക്കരുത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഉത്തരം ഇവിടെ പറയണമെന്ന് തോന്നുന്നു. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വായിക്കാം. ഡി എഫിൻ്റെ ഹസ്ബൻഡ് മരിച്ചു. അവർ ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഇതെന്തുകൊണ്ടാണ് ഡി എഫിൻ്റെ ഫ്രീ വില്ലിൻ്റെ എഗൻസ്റ്റായിട്ട് എന്തുകൊണ്ട് നടന്നു? ഡി എഫിന് 2 വർഷമായിട്ട് ദൂരമായിട്ടുള്ള ഡി എമ്മിനോട് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ആക്ച്വലി ഡി എമ്മിൻ്റെ മുകളിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. എൻ്റെ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാതെ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസിനും കുറച്ചൊക്കെ ലിങ്ക് ഉണ്ട്. അതെന്താണെന്ന് പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, നമ്മളെല്ലാവരും, അതായത് ഈ ഭൂമിയിലേക്ക് വരുന്ന ഓരോ സോളും എവല്യൂഷൻ്റെ ജേർണിയിലാണ്. ലിബറേഷൻ എന്ന് പറയുന്ന ഒരു ലിബറേഷനിലേക്ക് എത്താനുള്ള ഒരു ജേർണിയിലാണ്. അതായത് മോക്ഷത്തിൻ്റെ പാതയിലാണ് എല്ലാവരും വരുന്നത്. അതിപ്പം ഏത് ഒരു മാസ്റ്റർ സോളാണോ അല്ലെങ്കിൽ താഴെ ഘട്ടങ്ങളിൽ നിൽക്കുന്ന ഒരു സോളാണോ, ആക്ച്വലി അങ്ങനെ പോലും നമുക്ക് താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ സോൾസും ഇവിടെ വരുമ്പോൾ കുറച്ച് ആൾക്കാർ ഈ പറയുന്ന പോലെ സ്കൂളിലായിരിക്കും, അതായത് ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കും, കുറച്ച് ആൾക്കാർ 5th ക്ലാസ്സിലായിരിക്കും, കുറച്ച് സോൾസ് ഈ പറയുന്ന പോലെ ഗ്രാജുവേഷനൊക്കെ കഴിയും, കുറച്ച് സോൾസ് PhD ലെവലിൽ വരും. അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. എല്ലാവരും, അതിപ്പം ട്വിൻ ഫ്ലെയിം ജേർണി ആണോ, സോൾ ജേർണി ആണോ, സ്പിരിച്വൽ അവേക്കനിങ് ആണോ, നോർമൽ 3Dയിൽ നിൽക്കുന്ന സോൾസ്, 3Dയിൽ നിൽക്കുന്ന സോൾസ് എന്ന് പറയുമ്പം അവർക്ക് എന്താണ് 3D പെർമനൻ്റ് ആയിട്ട് തോന്നും. നമ്മളൊക്കെ അവിടുന്ന് വന്നവർ തന്നെയാണ്. നമ്മളൊന്നും പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും എന്താ പറയുന്നത് ബോധോദയം ഉണ്ടായിട്ടൊന്നും വന്നവരല്ല. പല ജന്മങ്ങളായിട്ട് നമ്മൾ ഈ ജേർണിയിൽ വന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ നമ്മളുടെ സോളിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് പഠിച്ചു വരുന്നവരാണ്. നമ്മളും ഒത്തിരി അങ്ങ് എത്തിയിട്ടുണ്ടെന്നൊന്നുമല്ല. ഈ യൂണിവേഴ്സിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് നമ്മൾ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, അപ്പം ഈ എവല്യൂഷൻ്റെ ജേർണിയിൽ വരുമ്പോൾ അതിൽ ഒരു പാത്ത് മാത്രമാണ് ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത്. ഇനിയൊരു പാത്ത് സന്യാസമായിരിക്കാം. ഇനിയൊരു പാത്ത് വരുന്നത് സ്പിരിച്വൽ ജേർണീസ് ആയിരിക്കാം. പല സ്പിരിച്വൽ ജേർണീസ് ഉണ്ട്. ഇനിയൊരു പാത്ത് വരുന്നത് മേ ബി ആ ഒരു ജന്മത്തിൽ ആ ഒരു പെർട്ടിക്കുലർ സോളിന് ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യത്തിലൂടെ ആയിരിക്കും ആ സോള് ഇവോൾവ് ആവുന്നത്, സോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതായത് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പം നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ ഒരു 2020 കഴിഞ്ഞ് ഇങ്ങോട്ട് കുറച്ചുകൂടെ സ്പിരിച്വലി അവേക്കനിങ്ങിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തിത്തുടങ്ങി. 2022 എൻഡിങ് 2023 തൊട്ട് ഇനി ഒത്തിരി ആൾക്കാർ വരാൻ തുടങ്ങി, ഒത്തിരി സോൾസ് വരാൻ തുടങ്ങി ഇതിലേക്ക്. അതിൻ്റെയൊക്കെ യൂണിവേഴ്സിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്ലാനാണ്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പം അതേപോലെ തന്നെ ഭൂമിയുടെ ഇവല്യൂഷനും നടക്കുകയാണ്. നമുക്ക് കാണാൻ ഒത്തിരി ചേഞ്ചസ് നമുക്ക് കാലാവസ്ഥയിൽ കാണാൻ പറ്റും. ഒത്തിരി ചേഞ്ചസ് നാച്ചുറൽ കലാമിറ്റീസിൻ്റെ രൂപത്തിൽ നമുക്ക് വരുന്നുണ്ട്. ഒത്തിരി ചേഞ്ചസ് യുദ്ധങ്ങളായിട്ട്, ഒത്തിരി ചേഞ്ചസ് വഴക്കുകളായിട്ട്, പല കാരണങ്ങളായിട്ട് നമ്മളുടെ മുമ്പിൽ ഭൂമിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയും ചേഞ്ചസ് ആണ്. ആ ഇവല്യൂഷൻ, ആ ഒരു എന്താ പറയുന്നത് ഫിൽട്ടർ ചെയ്യുക എന്ന് പറയില്ലേ, ആ ഒരു അസെൻഷനിലേക്ക് സോൾസിനെ എത്തിക്കാനുള്ള വഴികളാണ് ഇതൊക്കെയും ചുരുക്കി പറയുമ്പോൾ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് സോൾ അസെൻഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ ഇവല്യൂഷനിലേക്ക് വരുമ്പോഴത്തേക്ക് മേ ബി അതൊരു സാഹചര്യത്തിലൂടെ ആവാം. ഒരു മനുഷ്യൻ, അതായത് നമ്മളുടെ ഓപ്പോസിറ്റിൽ ഇനിയൊരു സോൾ വന്നിട്ട് നമ്മളെ ട്രിഗർ ചെയ്തിട്ട് പോവുമായിരിക്കാം. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടെത്തിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നമ്മുടെ ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോവുമായിരിക്കാം. ഇതൊക്കെ ഓരോ നിമിത്തങ്ങളായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ട് നമ്മൾ അവേക്കനിങ്ങിലേക്ക് വരികയാണ്, അല്ലേ? പഴയ പോലെ എന്നും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നെങ്കിൽ ആരും സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നാച്ചുറലി ഞാൻ നാളെ തൊട്ട് സ്പിരിച്വൽ അവേക്കനിങ്ങിലാണ് എന്ന് പറഞ്ഞ് ആരും വരാറില്ല. അത് നമ്മുടെ പാത്തിലേക്ക് നമ്മളെ, അല്ലെങ്കിൽ ആ പാത്തിലേക്ക് നമ്മളെ ഏതോ ഒരു ശക്തി കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക്
സ്പിരിച്വൽ അവേക്കനിങ് എഗെയിൻ ഈ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഒത്തിരി ഇൻഫർമേഷൻ നമുക്ക് ഗ്യാദർ ചെയ്യാനുള്ള ഒരു ഇൻ്റർനെറ്റിൻ്റെ സൗകര്യമോ അല്ലെങ്കിൽ യൂട്യൂബ് ആവാം, പല പല മെത്തേഡ്സ് ഇന്നത്തെ കാലത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പോൾ അതിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിലേക്ക് ഒത്തിരി ഒത്തിരി സ്പിരിച്വൽ അവേക്കനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ റിവീൽ ചെയ്യപ്പെടും. മേ ബി അതിൽ ട്വിൻ ഫ്ലെയിം ജേർണി ഒന്ന് റിവീൽ ചെയ്യപ്പെടും പല ആൾക്കാരിലേക്കും. അപ്പോൾ ഈ വന്ന ആൾ എൻ്റെ ട്വിൻ ഫ്ലെയിം ആണെന്ന് വിചാരിച്ചുകൊണ്ട് അത് മിസ്ഗൈഡിങ് ഒന്നുമല്ല, യൂണിവേഴ്സിൻ്റെ അതിൻ്റേതായിട്ടുള്ള പ്ലാനുണ്ട്. മേ ബി അങ്ങനെ ഒരു കർമ്മം അവർക്കുണ്ടെങ്കിൽ അവർ ഈ ജേർണിയിലാണെന്ന് വിശ്വസിച്ച് വരാറുണ്ട്. അതായത് ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ആൻഡ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, DFൻ്റെ ഹസ്ബൻഡ് പാസ്ഡ് അവേ ആയി എന്നുള്ള ആ ഒരു സിനാരിയോയിൽ വളരെ 3D ഓറിയൻറ്റഡ് ആയിട്ട് ആരെയും ജഡ്ജ് ചെയ്യുകയല്ല, പക്ഷേ ഇവിടെ നമുക്ക് ഒരു അവരെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മാറ്റി വെച്ചാൽ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ അത്രയ്ക്ക് ഒരു റോളർ കോസ്റ്റർ എന്നൊക്കെ പറയാം ആയിട്ടുള്ള ഒരു ജേർണിയാണ് ഇതിൽ. എനർജീസിനെ അത്രയ്ക്ക് നമുക്ക് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ജേർണി ആയിരിക്കും നമ്മൾ ബാലൻസ് ആവുന്നോടം വരെ. അപ്പോൾ നമ്മൾക്ക് അവിടെ ഫ്രീ വിൽ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റൊന്നും കാണില്ല ഇനീഷ്യലി. ഓഫ് കോഴ്സ് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എൻ്റെ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ എൻ്റെ വൈഫാണ് ഒക്കെ നമ്മൾ ഫ്രീ വിൽ ഉപയോഗിക്കും, പെയിനിൽ തന്നെ നിൽക്കും, കുറച്ച് വർഷങ്ങൾ നിൽക്കും. പെട്ടെന്ന് അവിടെ ഒരു കാർമിക് ക്ലിയറൻസ് ദൈവമായിട്ട് യൂണിവേഴ്സായിട്ട് പല രീതിയിലായിരിക്കും അത് കൊണ്ടുവരുന്നത്. അത് മേ ബി ഒരു പക്ഷേ ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന സോൾ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സോളിൻ്റെ ഈ ഒരു ജന്മത്തിലെ കോൺട്രാക്റ്റ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊരു മരണത്തിലൂടെ പോലും ആകാം, മരണത്തിലൂടെ മാത്രമാകുമെന്നല്ല, അതൊരു പോസിബിലിറ്റിയാണ്. ഇതെല്ലാം എഗെയിൻ സോൾ കോൺട്രാക്ട്സ് ആണെന്ന് മനസ്സിലാക്കണം. അടുത്തതായിട്ട് നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിന് എത്ര വലിയ സോൾമേറ്റ് കണക്ഷനിലാണ് നിങ്ങളെന്ന് പറഞ്ഞാലും ഇനീഷ്യൽ ഡേയ്സിൽ അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ അവിടെ ഒരു ഭൂമികുലുക്കം വന്ന പോലെ ആ റിലേഷൻഷിപ്പിൽ ഒരു ഷേക്കിംഗ് നാച്ചുറലാണ്. അതെത്ര നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ, അതായത് ട്വിൻ ഫ്ലെയിമിനോടല്ല നമ്മളുടെ ലൈഫിലുള്ള ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നവരോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ എത്ര നമ്മൾ ബാലൻസ് ചെയ്യണം അല്ലെങ്കിൽ എത്ര നമ്മൾ അതിനെ കയ്യിൽ പിടിച്ച് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സിൻ്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കണം. കാരണം ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ അവരൊരു അസൈൻമെൻറ്റ്, ഡിവൈൻ അസൈൻമെൻറ്റുമായിട്ട് വന്നവരാണ് ഫോർ ദ ഹയർ പർപ്പസ്. അത് ചെയ്യാൻ അവരുടെ ലൈഫിൽ തടസ്സമെന്ന് പറയാൻ പറ്റില്ല. അവർ അറ്റാച്ചായിട്ട് നിൽക്കുന്ന ഏതൊരു ലോവർ എനർജീനെയും യൂണിവേഴ്സായിട്ട് അവിടെ ക്ലെൻസ് ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ഈ ചോദ്യത്തിൽ തന്നെ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ DM ഹൂ ഈസ് നോട്ട് ഇൻ കോണ്ടാക്ട് ഫോർ 2 years, അതായത് 2 വർഷമായിട്ട് ആൾ എന്നോട് കോണ്ടാക്റ്റിലില്ല, എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. ഒരുപക്ഷേ നമ്മൾ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനിലൊക്കെ ഉള്ളവർക്കറിയാം അത്രത്തോളം പെയിൻഫുള്ളായിരിക്കും ആ കണക്ഷൻ. അത് വേണമെന്ന് പറഞ്ഞാലും വേണ്ടാന്ന് വെച്ചാലും നമുക്ക് ട്രിഗർ തരാനായിട്ട്, അതായത് ഇനിഷ്യൽ സ്റ്റേജസിൽ നമ്മളുടെ അത്രയും നമ്മളെ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് തള്ളിവിടാനായിട്ടാണ് ഇവർ വരുന്നത്. ഇവരൊരു നമ്മളുടെ ഗുരുവാണ്, അൾട്ടിമേറ്റ് ഗുരുവാണ് നമ്മളുടെ ട്വിൻ ഫ്ലെയിം. അപ്പോൾ വേണ്ടോന്ന് വെക്കാനുള്ള ഒരു അധികാരമോ അവകാശമോ എനിക്ക് തോന്നുന്നില്ല യൂണിവേഴ്സായിട്ട് നമുക്ക് തന്നിട്ടുണ്ടെന്ന്. ഓഫ് കോഴ്സ് വേണ്ടാന്ന് വെക്കുമ്പോൾ അവിടെ നമ്മൾ പിന്നെയും ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ അസെൻഷനിൽ. ട്വിൻ ഫ്ലെയിം യൂണിയനിലല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ സെൽഫ് ഗ്രോത്തിൽ. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ടാഗ് ലൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. നമ്മളിലെ ശിവതത്വത്തെയും ശക്തി തത്വത്തെയും അതെല്ലാ ഹ്യൂമൻ ബീയിങ്സിലും ഉണ്ട്. അതിനെ ഉണർത്തുക എന്നുള്ളതാണ് സ്പിരിച്വൽ ജേർണിയിൽ ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എന്താ ഇതിലൊരു വ്യത്യാസമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന, അതായത് ആ ഇനിയൊരു ബോഡിയിലുള്ളതും നമ്മൾ തന്നെയാണ്, നമ്മളുടെ കൗണ്ടർ പാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴാണോ നമ്മളുടെ ഉള്ളിലെ ആ ഒരു എനർജീസിനെ ഹോളായിട്ട് ബാലൻസ് ചെയ്ത് നമ്മൾ ഹോൾനെസ്സിൽ വരുന്നത്, അപ്പോൾ അവർക്കും ഈ ഒരു ഡിവൈൻ അസൈൻമെൻറ്റിൻ്റെ പാർട്ടായിട്ട് ആ ഒരു ഹയർ പർപ്പസ് ചെയ്യാനായിട്ട് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയാണ്, എനിക്ക് അവരെ വേണ്ട, എൻ്റെ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ എൻ്റെ വൈഫാണ്, ഞാൻ ഇങ്ങനെ ജീവിച്ചു. ഓഫ് കോഴ്സ് അതൊക്കെ നിങ്ങളുടെ സോൾ എഗ്രിമെൻറ്റിൻ്റെ അനുസരിച്ച് നടന്നിരിക്കും. പക്ഷേ ഈ ഒരു ജേർണിയിലാണെങ്കിൽ ഒരിക്കലും നമുക്ക്
അത്ര അത്ര ഈസി ആയിട്ട് എനിക്ക് എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ വേണ്ട എന്ന് വെക്കാൻ പറ്റത്തില്ല. ആ ബോഡീൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആ ബോഡിയിലുള്ള ലൂടെ നമുക്ക് തരാനുള്ള ട്രിഗേഴ്സ് യൂണിവേഴ്സായിട്ട് നമ്മളിലേക്ക് എത്തിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇനിയൊരു ക്ലാരിറ്റി തരണമെന്ന് തോന്നുന്നു. ഇനിയൊരു ചോദ്യം റീസെൻ്റ്ലി ഞാൻ കേട്ടതാണ്, ചോദ്യം എന്നിലേക്ക് വന്നതാണ്. അതായത് നമ്മൾ ഡിവൈൻ ഫെമിനൈൻ ആണെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അവർ പോകണം, അതായത് അവരുടെ ഹസ്ബൻഡ്, അവരുടെ വൈഫ്. എനിക്ക് തോന്നുന്നു പല വീഡിയോസിൻ്റെ താഴെയും ഈ ഒരു കമൻറ്റ് ഞാൻ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൽ നിന്നും കണ്ടിട്ടുണ്ട്. അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് പോകണമെന്ന് വിചാരിക്കുന്നത് തെറ്റല്ലേ, ഞാനപ്പം എന്താണ് തെറ്റല്ലേ ചെയ്യുന്നത്, അവരുമായിട്ട് കോഡ് കട്ടിങ് ചെയ്യാവോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്നിലേക്ക് വന്നിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അതിനൊരു ആൻസർ പറയാം. നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ജേർണിയിലാണ്, അതായത് ഓരോ ജേർണിയും യൂണീക്കാണ്. ആ ജേർണിയിൽ ബീയിങ് എ ഡിവൈൻ ഫെമിനൈൻ എനർജറ്റിക്കലി നിങ്ങൾക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സോളിൻ്റെ ഹയർ പർപ്പസിനായിട്ട് ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫിന് ഞാൻ വിട്ട് കളയണമെന്ന് നമ്മൾ അങ്ങനെ വിചാരിച്ചല്ല ഇന്നർ വർക്ക് ചെയ്യുന്നത്. എൻ്റെ സോളിൻ്റെ ഹയർ അപ്പ് എന്നാണോ നിങ്ങളുടെ വൈബ്രേഷൻസ് ഹൈ ആവുന്നത്, അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഏതൊരു സോളും, അതിപ്പം ഹസ്ബൻഡ് ആവണമെന്നില്ല, വൈഫ് ആവണമെന്നില്ല, ജോലി ആവണമെന്നല്ല, കുട്ടികളാവണമെന്നല്ല, ഏതൊരു സോളും നിങ്ങളുടെ പർപ്പസിന് അനുയോജിക്കാത്തതാണെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് അവിടെ ഡിറ്റാച്ച് ആക്കി കളയും. അത് നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല. ദ സെയിം വേ നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ ലൈഫിൽ ഒരു പാർട്ട്ണറോ ഒരു ജോലിയോ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ പറയും. എന്താണോ ഉള്ളത് അത് നമ്മളുടെ കർമ്മം കഴിയുന്ന ദിവസം അതവിടെ ഡിറ്റാച്ച് ആവുന്ന കാര്യമാണ്. അവിടെ നമ്മൾ അറ്റാച്ചായി നിൽക്കുകയും വേണ്ട. അതല്ല ഇവരെന്ന് പോകുന്നില്ലല്ലോ, എന്നാണ് പോകുന്നത്, ഇതൊന്നും അല്ല നമ്മളുടെ ജേർണി എന്ന് പറയുന്നത്. ബിയോണ്ട് ദാറ്റ് നമ്മൾ ആ ഒരു സെൽഫ് റിയലൈസേഷൻ്റെ, നമ്മളുടെ ഒരു ഹോൾനെസ്സിൻ്റെ ജേർണിയിലേക്ക് വരാനായിട്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ട്വിൻ ഫ്ലെയിം ജേർണി ആണെങ്കിൽ അവിടെ കാർമിക് ക്ലിയറൻസ് തീർച്ചയായിട്ടും നടന്നിരിക്കും. അതിനാണ് ഈ ജേർണി ഈ ഒരു ജന്മത്തിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും അവേക്കനിങ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് എത്ര അറ്റാച്ച്ഡ് ആയിട്ട് നിന്നാലും കാർമിക് ക്ലിയറൻസ് നടന്നിരിക്കും. അത് രണ്ട് സൈഡിലും. അത് ഒരു റൊമാൻറ്റിക് യൂണിയനേക്കാളിലും കൂടുതലായിട്ട് അവിടെ ഒരു സ്പിരിച്വൽ യൂണിയനായിട്ടുള്ള പോസിബിലിറ്റി യൂണിവേഴ്സായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു കാർമിക് ക്ലിയറൻസ് അടക്കം നമുക്ക് ചെയ്തു തരാനും അതിലൂടെ നമുക്ക് ആ ഒരു ലിബറേഷൻ്റെ പാതയിലേക്ക് പോകാനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഹ്യൂമൻ മൈൻഡ് സെറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആലോചിക്കുമ്പം ഇതൊക്കെയും നമുക്ക് ഓരോ ബ്ലോക്സ് ആയിട്ട് തോന്നും. ഇതൊക്കെയും ഞാൻ ചെയ്യാമോ ചെയ്യരുതോ, അതുകൊണ്ട് ഇതൊന്നും അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സോളിൻ്റെ ഒരു ഹോൾനെസ്സിലേക്ക് വരാനായിട്ട്, ആ സോളിൻ്റെ പേർപ്പസ് ചെയ്യാനായിട്ട്, ആ സോളിന് എന്തൊക്കെ സോൾ കോൺട്രാക്ട്സ് മുമ്പോട്ടുണ്ടോ അതൊക്കെ ക്ലിയർ ചെയ്ത് അൾട്ടിമേറ്റ്ലി ആ ഒരു ഡിവൈനിൽ മേർജ് ആവാനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കേണ്ട കാര്യങ്ങൾ അതാത് ഡിവൈൻ ടൈമിങ്ങിൽ നടന്നോളൂ എന്ന് വിചാരിച്ച് അതിനെ അങ്ങ് ലെറ്റ് ഗോ ചെയ്യുക. അല്ലാതെ അതിനെ കൂടുതലായിട്ട് ആലോചിക്കുകയോ അതിനെ കൂടുതലായിട്ട് ജഡ്ജ് ചെയ്യുകയോ ചെയ്യാതിരുന്നാൽ നമ്മുടെ ജേർണി ഇച്ചിരി കൂടെ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകാനും കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ്റെയും കൂടെ ആൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത് നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ ഇനിയൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, DM സ്പിരിച്വൽ അവേക്കനിങ്ങിൽ നല്ലപോലെ സ്റ്റാർട്ടായാൽ, DMൻ്റെ സ്പിരിച്വൽ അവേക്കനിങ് നല്ലതുപോലെ സ്റ്റാർട്ടായാൽ അവരുടെ 3D ലൈഫിൽ എനർജറ്റിക്കലി എന്തൊക്കെ ചേഞ്ചസ് വരുമെന്നുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളതാണ്. വീഡിയോ ആയിട്ടല്ല, ഇതിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് DFൻ്റെയും DMൻ്റെയും സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ള ഒരു വ്യത്യാസം, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ഇട്ടിരുന്നു. എന്നാലും അതിനെ ഷോർട്ടായിട്ട് പറയുകയാണ്. DFൻ്റെ അവേക്കനിങ് എന്ന് പറയുമ്പം ആദ്യം അവരുടെ എക്സ്റ്റേർണൽ വേൾഡിൽ ചേഞ്ചസ് ആയിരിക്കും വരുന്നത്. അതായത് DF അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ ആദ്യം ഐസൊലേഷനിലേക്ക് പോകും, ആദ്യം ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിനെ ഫേസ് ചെയ്യും, ആദ്യം അവരുടെ ചുറ്റുമുള്ള കാർമിക് ക്ലിയറൻസുകൾ നടക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ DF എനർജറ്റിക്കലി വർക്ക് ചെയ്യണം. ആൻഡ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് അത്രയും പ്യുവർ ആയിരിക്കണം, അത്രയും പ്രീഷ്യസ് ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സായിട്ട് അവിടെ DFന് അത്രയും ഡിറ്റാച്ച് ആയിട്ട് നിന്നുകൊണ്ട്, ഒത്തിരി കോഡിപ്പെൻഡൻസി അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉള്ളവരാണ് നമ്മളൊക്കെ. ഫിയർ ആണെങ്കിൽ ഒത്തിരി ഫിയേഴ്സൊക്കെ ഉള്ളവരായിരിക്കും. അതിനൊക്കെ ഫേസ് ചെയ്ത് മുമ്പോട്ട് വരുമ്പോഴാണ് നമ്മൾ
ആ ഒരു എനർജറ്റിക്കലി ഉള്ള വർക്ക് ചെയ്തുകൊണ്ട് ആ എനർജീനെ, അതായത് നമ്മളുടെ ഉള്ളിലെ ഡിവൈൻ ഫെമിനൈനെയും ഡിവൈൻ മസ്കുലൈനെയും മേർജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മദർ എർത്തുമായിട്ടും ഫാദർ യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രണ്ട് എനർജീസിനെ നമ്മളിൽ തന്നെ മേർജ് ചെയ്യാനുള്ള അത്രയ്ക്ക് ക്യാപ്പബിലിറ്റി, അത്രയും പോസിബിലിറ്റി ഉള്ള ഒരു നമ്മളുടെ ബെസ്റ്റ് വേർഷനിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിയുടെ ഒരു അംശമാണ് നമ്മളപ്പോൾ എപ്പോഴും ചലിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് ഡേ ടു ഡേ ലൈഫിൽ ഒക്കെയും. പക്ഷേ ഈ ഒരു എനർജിയാണ് അത് ചലിക്കുന്നത്. എന്താണ് ഈ ഒരു എനർജി? നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന ആ ഒരു എനർജിയിലൂടെ ആയിരിക്കും ഡിവൈൻ ഫെമിനൈൻ ചലിക്കുന്നത്. ദാറ്റ് മീൻസ് അവരുടെ പർപ്പസ് ചെയ്യുന്നത്. വേറാസ് ഡിവൈൻ മസ്കുലൈൻ്റെ അവേക്കനിങ് എന്ന് പറയുന്നത് അവരുടെ ലാസ്റ്റ് ആയിരിക്കും അവരുടെ എക്സ്റ്റേണൽ വേൾഡിൽ ചേഞ്ചസ് വരുന്നത്. അതുവരെ അവരുടെ ഇൻറ്റേർണൽ വേൾഡിലാണ്, അതായത് അവരുടെ ഉള്ളിൽ ഹാർട്ട് ആൻഡ് മൈൻഡിൻ്റെ ഒരു യുദ്ധം തന്നെയായിരിക്കും ലാസ്റ്റ് വരെയും. അതായത് അവർ ഈ ഒരു അവേക്കനിങ് ഗോ ത്രൂ ആവുന്ന അത്രയും നാളുകൾ, അത്രയും വർഷങ്ങൾ. അപ്പോൾ ഡി എഫ് എപ്പോഴാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ലൈറ്റ്, ആ ഒരു ഹീലിങ്ങിലൂടെ ആയിരിക്കും ഡി എമ്മിൻ്റെ ഉള്ളിലും ഈ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ എപ്പോഴാണോ ഡി എഫ് അത്രയും ഡിറ്റാച്ച്മെൻറ്റിൽ നിന്നുകൊണ്ട് തൻ്റെ പർപ്പസിലേക്ക് തിരിയുന്നത്, അതായത് ഇനിയും ഞാനാണ് ഡി എമ്മും ഞാനാണ് എൻ്റെ ഡി എഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഡി എഫ് വരും. അവിടെ നിന്നാണ് ശരിക്കും അവരുടെ അവേക്കനിങ് ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിലും ട്രിഗറായി അത് 3Dയിലേക്ക് റിഫ്ലക്റ്റ് ആവുന്നത്. അപ്പോൾ സെയിം എനർജി റിഫ്ലക്റ്റ് ആവും. അതായത് അത്ര നാളും അത്രയും ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ഡി എം, ഉള്ളിൽ നടക്കുന്ന ചേഞ്ചസിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ഡി എം, വൺസ് ഡി എഫ് അവരുടെ എനർജി പുൾ ബാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും എന്താ പറയുന്നത്, ആ ഒരു 3D വേൾഡ് അവരുടെ മുമ്പിൽ കൊളാപ്സ് ആവുന്ന അവർക്ക് മനസ്സിലാവും. അതായത് ഒരു ഇൻട്രസ്റ്റ് കാണില്ല. അത്രയും നാളും ഡി എഫിൽ നിന്നും റൺ ചെയ്തുകൊണ്ടിരുന്ന ഡി എം അതായത് ഡി എഫ് എപ്പോഴാണോ ചേസർ എനർജിയിൽ നിൽക്കുന്നത്, ഡി എഫിൽ നിന്നും ആ ഒരു എനർജറ്റിക്കലി ഡി എമ്മിന് റിസീവ് ആയിക്കൊണ്ട് ഈ ഒരു എനർജീനെ ഡി എം അവരുടെ ജോലിയിലായിരിക്കാം, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിലായിരിക്കാം, ആ ഒരു അവർക്ക് എന്താണോ ഫിയർ ഉള്ളത്, അവർക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഫിയർ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ആയിരിക്കാം, ഇതിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യും. എപ്പോഴാണോ ഡി എഫ് തൻ്റെ എനർജി പുൾ ബാക്ക് ചെയ്യുന്നത്, അവിടുന്ന് ഡി എഫിന് ഇൻട്രസ്റ്റ് ലൂസ് ആവാൻ തുടങ്ങും. അതായത് അത്ര നാൾ അവർക്ക് വളരെ കളർഫുള്ളായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വളരെ റെസ്പോൺസിബിളായിട്ട്, അവർക്ക് വളരെ അവരുടെ ഉത്തരവാദിത്വമാണ് ഇതെന്നൊക്കെ വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾ, അതിപ്പം ജോലിയാവാം, അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം, ഈവൻ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആവാം, ഇതിൽ നിന്നൊക്കെയും അവർക്കൊന്ന് രക്ഷപ്പെടണം എന്ന് തോന്നാൻ തുടങ്ങും. എപ്പോഴാണോ ഡി എമ്മിന് ഈ ഒരു തോട്ട് ഇൻറ്റേർണലി വന്ന് അവരതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ അവരുടെ ഇന്നർ സോൾ സെർച്ചിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ അവർ ഡി എഫിലേക്ക് എത്തപ്പെടുമെന്നല്ല അതിൻ്റെ മീനിങ്. ഇമ്മീഡിയറ്റ് ആയിട്ട് അവരവിടെ ഡി എഫിൻ്റെ അടുത്തു നിന്നും ഡിറ്റാച്ച് ആവും, അവരുടെ 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള വേൾഡിൽ നിന്നും ഡിറ്റാച്ച് ആയിട്ട് അവരുടെ സോൾ സെർച്ചിങ് സ്റ്റാർട്ട് ആവും. ഈ ഒരു പോയിന്റിൽ നിന്നും സോൾ സെർച്ചിങ് ഇൻ ദ സെൻസ്, ആക്ച്വലി എനിക്ക് എന്താണ് വേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്ര നാളും എനിക്ക് ഹാപ്പിനെസ് തന്നുകൊണ്ടിരുന്ന ഈ കാര്യങ്ങളൊന്നും എനിക്ക് ഹാപ്പിനെസ് തരാത്തത്, ആക്ച്വലി ഞാൻ ഒരു ഹാപ്പിനെസ്സിൻ്റെ വേൾഡിലായിരുന്നോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇല്ലൂഷനായിരുന്നോ ഇതൊക്കെ, എൻ്റെ ലൈഫിൽ എൻ്റെ ട്രൂത്ത് എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവരുടെ ഉള്ളിൽ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വരാൻ തുടങ്ങും. ഇടയ്ക്ക് നമ്മൾക്കൊക്കെ അറിയാം, നമ്മളുടെ അവേക്കനെങ്കിലും ഇടയ്ക്ക് നമ്മൾ 3Dയിലേക്കൊന്ന് പോകാനായിട്ട് ട്രൈ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെയും സോൾ ഷോക്സ് യൂണിവേഴ്സായിട്ട് അവിടെ കൊടുക്കും. അറ്റ് ദ സെയിം ടൈം അവർക്ക്, അതായത് ഡി എഫ്സിൻ്റെ മേ ബി ഡ്രീംസ് ആയിരിക്കാം, അതായത് ഈ കണക്ഷനെ ഓർമ്മിപ്പിക്കുന്ന പലതരത്തിലുള്ള സിങ്ക്രോണിസിറ്റീസും യൂണിവേഴ്സായിട്ട് അവരിലേക്ക് എത്തിക്കുകയും ചെയ്യും. സോ ഈ ഒരു സോൾ സെർച്ചിങ്, ഈ ഒരു സ്റ്റിൽനെസ്സിൽ ഇരുന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡി എം അവേക്കൺ ആവുന്നത്. അപ്പോൾ ഈ അവേക്കനിങ് എന്നാണോ അവർ ആ സോൾ സെർച്ചിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്, അതുവരെ റെസിസ്റ്റ് ചെയ്യുക അവർ. ആ റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാർമിക് ലെസൻസ് പെൻഡിങ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്നാണോ ഈ സോൾ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആദ്യത്തെ കാര്യം അവരവരുടെ ഇമോഷൻസിനെ ഫീൽ ആകാൻ തുടങ്ങും. സോ എഗെയിൻ ഇമോഷൻസിനെ ഫീൽ ആകുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിലെ
ഡിവൈൻ ഫെമിനൈൻ എനർജീനെ അവർ ഫീൽ ആകാൻ തുടങ്ങുമ്പോൾ ഫൊർഗീവ്നെസ് കൊടുക്കേണ്ടതുണ്ട്. ഇന്നർ ചൈൽഡ് ഇഷ്യൂസ്, എന്തൊക്കെ ഇഷ്യൂസാണ് അവർക്ക് സർഫേസിൽ വരുന്നത്. DF ചെയ്ത വർക്ക് കൊണ്ട് തന്നെ ചക്രാസിൽ എനർജറ്റിക്കലി ക്ലെൻസിങ് നടന്ന് കാണും ഈ ടൈം വരയ്ക്കും. പക്ഷേ അത് 3D ഓറിയൻറ്റഡ് ആയിട്ട് അവരുടെ ഉള്ളിൽ കിടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളെ അവർക്ക് ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെയും യൂണിവേഴ്സ് അതാത് ഡിവൈൻ ടൈമിങ്ങിൽ അവരുടെ മുമ്പിൽ എത്തിക്കുകയും അവിടെ ക്ലെൻസിങ് നടക്കുകയും അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു റിയലൈസേഷനിൽ വരുമ്പോഴാണ് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് DFൻ്റെ ലൈഫിൽ വരുന്നത്. ഈ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് DFൻ്റെ ലൈഫിൽ വരേണ്ട മൊമെൻറ്റിലേക്ക് DF അത്രയ്ക്ക് ഹീലായി. അതായത് അവർ ആ 5D മേർജിങ് കഴിഞ്ഞ് കാണും. 5Dയിൽ ആ ഒരു വണ്ണസിൻ്റെ എനർജിയിലായിരിക്കും DF ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് പ്രോസസ്സാണ് DMൻ്റെ ഒരു അവേക്കനിങ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു താങ്കൾ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്നുവെന്ന്. അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. വീഡിയോ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്.